ഇന്നത്തെ ഡെയിലി മന്നയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മനുഷ്യരെ പലപ്പോഴും മുന്നോട്ട് നയിക്കുന്നത് പ്രതീക്ഷകളാണ്. ചില വ്യക്തികളിലുള്ള പ്രതീക്ഷകൾ, ചില ജോലിയിലുള്ള, ബിസിനസ്സിലുള്ള, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലുള്ള പ്രതീക്ഷകളാണ്. എന്നാൽ ഈ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ നിരാശയിലേക്ക് വീഴുവാനിടയായിത്തീരും. അതേ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ഡെയിലി മന്ന പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: മനുഷ്യരിൽ പ്രതീക്ഷ വയ്ക്കരുത്, ഈ ലോകത്തിൽ പ്രതീക്ഷ വയ്ക്കരുത്. പകരം പ്രതീക്ഷ വയ്ക്കേണ്ടവനിൽ മാത്രം പ്രതീക്ഷ വയ്ക്കണം. നമുക്ക് പ്രതീക്ഷ വയ്ക്കുവാൻ കഴിയുന്നത് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന കർത്താവായ യേശുവിലാണ്. കാരണം യേശു കർത്താവ് എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. യേശു നിനക്ക് വേണ്ടി ഈ ലോകത്തിൽ കടന്നു വന്നതുകൊണ്ട്, ജീവൻ തന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിൽ പ്രതീക്ഷ വയ്ക്കുവാനായിട്ട് കഴിയും. ആ പ്രതീക്ഷ ഒരിക്കലും നഷ്ടമായി പോവുകയില്ല. ആ പ്രതീക്ഷയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇതാ സക്കറിയ എന്ന പുരോഹിതൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വന്ന് പറയുകയാണ്: നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിൻ്റെ ഭാര്യയായ എലീശബത്ത് ഒരു മകനെ പ്രസവിക്കും. വാർദ്ധക്യത്തിൽ എത്തിച്ചേർന്ന ആ സക്കറിയാവ് കർത്താവിൽ പ്രതീക്ഷ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷ ഉള്ളവർക്ക്, അല്ലെങ്കിൽ ദൈവത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. ഞാൻ ഇന്നലെയും പ്രാർത്ഥനയെക്കുറിച്ച് പറയുവാനിടയായിത്തീർന്നു. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ നിരന്തരമായി തുടരേണ്ട ഒന്നാണ്. യേശു പ്രകാരം പറഞ്ഞു, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ് പറയുന്നത്: കീപ് ഓൺ ആസ്കിങ്. നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, ദൈവത്തോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. നിശ്ചയമായി നിങ്ങൾക്കത് ലഭിക്കുവാൻ ഇടയായിത്തീരും. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട്, യേശുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മറുപടി, അതിൻ്റെ ഉത്തരം ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലാകണമെന്നില്ല, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്താകണമെന്നില്ല. പക്ഷേ ആ ഉത്തരം നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും ഉല്ലാസവും നൽകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യോഹന്നാൻ സ്നാപകൻ ജനിക്കുമ്പോൾ സക്കറിയാവിന് സന്തോഷമുണ്ടായി. ഒരു മകൻ ജനിച്ചിരിക്കുന്നു. പക്ഷേ താൻ പ്രതീക്ഷിച്ച സമയത്തായിരുന്നില്ല, താൻ പ്രതീക്ഷിച്ച രീതിയിലായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ സന്തോഷത്തിന് യാതൊരുവിധ കുറവും ഉണ്ടായിരുന്നില്ല. വചനം ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസ് 1-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ: നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവൻ്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും, അവൻ കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനാകും. പ്രിയപ്പെട്ടവരെ, ഇതാ സക്കറിയാവിൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി തനിക്കൊരു മകൻ ജനിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ഉല്ലാസവും സന്തോഷവും ഉണ്ടായെന്ന് മാത്രമല്ല, ആ മറുപടി നിമിത്തം, യോഹന്നാൻ സ്നാപകൻ നിമിത്തം അനേകർക്ക് സന്തോഷമുണ്ടായി. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ പ്രതീക്ഷ കർത്താവിൽ വെച്ച്, യേശുവിൽ വെച്ച് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അതിൻ്റെ മറുപടി എന്ന് പറയുന്നത് സന്തോഷവും ഉല്ലാസവും നിറഞ്ഞ അനുഭവങ്ങളാണ്. അതിലേക്ക് കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.